പ്രശസ്തമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തുടക്കമായി. മുതിരേരി വാൾവരവ് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. അപൂർവമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ആയിരക്കണക്കിന് ഭക്തരാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തിയത്. ദക്ഷയാഗം തകർത്ത വീരഭദ്രന്റെ തിരുവായുധമായ വാൾ വയനാട്ടിലെ മുതിരേരി ശിവക്ഷേത്രത്തിൽ നിന്ന് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിച്ചു. മുതിരേരി ക്ഷേത്രത്തിലെ പൂജാരി വാളും പിടിച്ച് കാടും മലയും താണ്ടി ഏകനായി ഓടിയാണ് കൊട്ടിയൂരിലേക്ക് എത്തിച്ചേർന്നത്. റോഡിനിരുവശവും അണിനിരന്ന വിശ്വാസികൾ ഭക്തിപൂർവ്വം വാൾവരവ് ദർശിച്ചു. യാഗഭൂമി തകർത്തതിനു ശേഷം കോപമടങ്ങാത്ത വീരഭദ്രന്റെ വാൾ ശാന്തമാക്കാൻ വയനാട്ടിലെ മുതിരേരിക്കാവിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ വാളെത്തിച്ച് നെയ്യാട്ടത്തിന് അനുമതി നൽകിയതോടെ 28 നാൾ നീണ്ടുനിൽക്കുന്ന വൈശാഖ മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവകാല ചടങ്ങുകളും ചിട്ടകളും നെയ്യാട്ട ദിനമായ ഇന്ന് തുടങ്ങുമെങ്കിലും ഭക്തർക്കായുള്ള ദർശനം ആരംഭിക്കുന്നത് ശനിയാഴ്ച മുതലാണ്. നാളെ നടക്കുന്ന ഭണ്ഡാരമെഴുന്നള്ളത്ത് ശനിയാഴ്ച പുലർച്ചെ അക്കരെ കൊട്ടിയൂരിൽ എത്തിച്ചേരും. ഇത്തവണ ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അമൃത ന്യൂസ്, കണ്ണൂർ.